എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ന്യൂസാണ്. ഒരു ഹിറ ഹരീര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏതാണ്ട് അവർ വീട്ടിൽ പ്രസവിക്കുന്നു. അതിനുശേഷം അവർ കൊച്ചിന് വേണ്ടുന്ന ഒരു കുത്തിവയ്പ്പുകളും എടുത്തില്ല. അതുകൂടാതെ അതിന് വേണ്ടുന്ന ചികിത്സകളൊന്നും കൊടുക്കാതെ മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് ഒരു വയസ്സുകാരൻ മരണപ്പെടുവാനായിട്ട് ഇടയായ ഒരു ന്യൂസും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു അന്ധയായ ഒരു മതഭക്തയാണ്. ഈ എന്താ വെച്ചാൽ മതഭക്തി എന്ന് പറയാൻ പറ്റത്തില്ല. മതം പഠിപ്പിക്കുന്നതിനും അപ്പുറമായിട്ട് ഇവർ വേറെ ഏതാണ്ടൊക്കെ കൂടെ അങ്ങ് ഓവർ ഭക്തിയിൽ ഇവർ ഏതാണ്ടൊക്കെ കൂടെ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ പേര്, കൊച്ചിൻ്റെ ജനന സമയം, കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം ചന്ദ്രനെ നോക്കിയാൽ പോലും തീരുമാനിക്കുന്നതെന്നാണ് ഈ സ്ത്രീ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇത്രയും ഒരു വിവരമില്ലാത്ത ഒരു ഭക്തി ഇവരുടെ ജീവിതത്തിലോട്ട് എവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞുകൂടാ. കാരണം അതിനകത്ത് തന്നെ ആ ഒരു മുസ്ലിം സമുദായത്തെ എടുത്തു നോക്കിയാൽ അവർ എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടല്ലേ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നോർമൽ മനുഷ്യരെ പോലെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ കുറച്ച് പേര് ഈ ഒരു സ്ത്രീ, ഇത് അവരുടെ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുമുണ്ട്, മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും നമ്മുടെ ഹിന്ദു സമുദായങ്ങളിലും എല്ലാം ഉണ്ട് ഈ ഓവർ ഭക്തി ഇങ്ങനെ മൂത്ത തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ കുഞ്ഞ് ചോര ഛർദ്ദിക്കുക വരെ ചെയ്തു. ആ ഒരു വയസ്സുകാരൻ അവനെ ഈ മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചിട്ട്, എന്നിട്ട് ഈ സ്ത്രീ അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചില്ല. ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. എന്നിട്ട് ഇവരാരും അറിയാതെ ആ കൊച്ചിനെ മറവ് ചെയ്യുവാനുമായിട്ടും ഇടയായി. അതിനുശേഷമാണ് ഈ ന്യൂസ് പുറത്തോട്ട് വരുന്നതൊക്കെ. അപ്പോൾ ഓർക്കുക, എന്തൊരു കൊലപാതകമല്ല ഇതൊക്കെ. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന് അവർ വേറൊരു ഫോട്ടോ പുറത്തോട്ട് വിട്ടത് ആ കുഞ്ഞ് മരിക്കുന്നതിന് മുൻപ് വിട്ട ഒരു ഫോട്ടോയായിരുന്നു. മഴക്കാലത്ത് ഈ കൊച്ച് പ്രകൃതിയുടെ വരദാനമാണ് മഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ മഴയെ തിരുത്തിയൊക്കെ. ഓർക്കുക, ഇന്നത്തെ ഈ ഒരു മഴയുടെ തണുപ്പല്ലേ, നമ്മൾക്ക് പോലും കിടുകിട വിറയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കൊച്ചിനെ അവിടെ ഇട്ടേക്കും. ആ കൊച്ച് മഴ ആസ്വദിക്കുമൊന്നുമല്ല, അതിൻ്റെ മുഖത്ത് നമ്മൾക്കത് കാണുവാനായിട്ട് കഴിയും. ആ കൊച്ച് കൈ നീട്ടും അമ്മയുടെ നേരെ, അതിനെ എടുക്കുവാൻ വേണ്ടിയിട്ട് കൈ നീട്ടുക. കാരണം അതിനെ ഒരു കുഞ്ഞ് നിക്കറ് മാത്രം ഇടിപ്പിച്ചിട്ട് ആ മഴയെ തിരുത്തിയേക്ക് വേണം, അതിന് വിറച്ചിട്ട് അത് കൈ നീട്ടുവാണ് എടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ടും ഈ സ്ത്രീ എടുത്തില്ല. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഒരു സിറ്റുവേഷൻ അവസാനം അതിന് മഞ്ഞപ്പിത്തം ബാധിച്ച് ആ കുഞ്ഞ് കുറേ നാൾ അതിനോട് മല്ലിട്ടതിന് ശേഷം അവസാനം ചോര ഛർദ്ദിച്ച് കിടന്നിട്ടും കൂടെ ഈ ദുഷ്ടയായ സ്ത്രീ ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. എന്നിട്ട് ആ കുഞ്ഞ് മരണപ്പെടുവാനായിട്ടിടയായി. അവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അവളുടെയൊക്കെ പേരിൽ കൊലക്കുറ്റത്തിന് അവളുടെയൊക്കെ പേരിൽ കേസ് എടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം എന്താണെന്ന് അറിയാമോ? അമിതമായ ഭക്തി. ഇവൾക്കൊക്കെ ആരാണ് ഇത്രയും ഒരു വൃത്തികെട്ട ഭക്തി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? നമ്മൾക്കറിയാം, ഇത് എവിടെയാണ്? നമ്മളുടെ ക്രിസ്ത്യൻ സമൂഹത്തിലും ഹിന്ദു സമുദായത്തിലും എല്ലാത്തിലുമുണ്ട് ഈ ഓവർ ഭക്തി. ഇത് മിക്കപ്പോഴും ഈ കൈ പിടിക്കുന്നത് ആരുടെ കൈയാണ് പിടിക്കുന്നതെന്നറിയാം? ഈ അമിത ഭക്തി ആദ്യം കടന്നുകൂടുന്നത് എവിടെയാണെന്നറിയാം? ഈ സ്ത്രീകളിലാണ് കടന്നുകൂടുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കും. വീടിനകത്തോട്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടങ്ങി സകല വള്ളിക്കെട്ടുകളും കൊണ്ടുവന്ന് കയറ്റുന്നത് ഈ സ്ത്രീകളാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ഓരോ കേസുകളും പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ഒരു പുരുഷന്മാർ അതിനെ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ സ്ത്രീയുടെ തലയണ മാത്രം കേട്ടിട്ടായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കാതിരിക്കുക. കാരണം ഭക്തി നമ്മൾക്ക് വേണം. അതിന് നമ്മൾക്ക് ദൈവം എന്തും കൂടെ തന്നിട്ടുണ്ട്, വിവേകവും കൂടെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. വിവേകത്തിൻ്റെ ഒരു ആത്മാവ് നമ്മൾക്കുണ്ടാകണം, ഒരു വിവേകം നമ്മൾക്കുണ്ടാകണം. ഒരു ഭക്തന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സംഭവമാണ് എന്ത്? വിവേകമെന്ന് പറയുന്നത്. അതല്ലാതെ ഏതോ കിടന്നും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ മതത്തിൻ്റെ പേരും പറഞ്ഞ് വിളിച്ചു പോകുന്നമാരുടെ പുറകെ വാക്കും കേട്ടിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ബലിയാടാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകരുത്. കാരണം എന്താണെന്നറിയാമോ? ഇത് അവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമില്ല, ഈ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല. ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത സമുദായത്തിലോട്ടൊന്ന് ഇറങ്ങി നോക്കിക്കുക. എത്രയോ പേരുണ്ട്, എനിക്ക് എത്രയോ പേരെ അറിയാം, ഹോസ്പിറ്റലിൽ പോകുകയില്ല, അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകുകയില്ല. കാരണം എന്താണ്? അത് ബന്ധനമാണ്, പോരാട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഫാസ്റ്റിംഗ് ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര എണ്ണമുണ്ടെന്നറിയാമോ നമ്മുടെ പെന്തക്കോസ്തിനകത്ത്? അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് എത്ര പേരുണ്ട്? തലയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്? തലയ്ക്കകത്ത് ഓവർ മതഭ്രാന്ത് കയറിയിരിക്കുകയാണ്, ഓവർ ഭക്തി കയറിയിരിക്കുകയാണ്. കാരണം മുൻപിൽ നിൽക്കുന്ന ഒരു ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവൻ എന്ത് ചറ്റത്തരം കാണിച്ചാലും അതൊന്ന് വിളിച്ചു പറയുവാൻ പോലും ഇവറ്റകൾക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്? ഇവറ്റകൾ ഇങ്ങനെ ഭക്തി മൂത്തിരിക്കുകയാണ്. ഭക്തി മൂത്തിട്ട് ഇവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാനുള്ളൊരു സാമാന്യ ജ്ഞാനം ഇവർക്കില്ല. ഏതൊക്കെയോ ഒരു അദൃശ്യ ശക്തിക്ക് അടിമകളായിരിക്കുകയാണ്. ഓർക്കുക, ആ ഒരു കുഞ്ഞിനെ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ഇരിക്കുമായിരുന്നു. അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വയസ്സുകാരൻ്റെ മുഖമൊന്നും മറക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ കുറേ എണ്ണങ്ങൾ എല്ലാ മതത്തിനകത്തുമുണ്ട്. എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പറയുന്ന വെളിവുകേടുകൾ, വിവരമില്ലായ്മ മുഴുവൻ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് ഓർത്ത് നോക്കിക്കുക, നമ്മുടെ പെന്തക്കോസ്തിൻ്റെ ഗോളത്തിൻ്റെ അകത്തോട്ട് തന്നെ ഒന്ന് വന്ന് നോക്കും. ഒരിടത്തിനൊരെണ്ണത്തിനോട് മിണ്ടിയല്ല. സ്വന്തം രക്തബന്ധങ്ങളുടെ വീട്ടിൽ പോകാത്ത ടീമുകളുണ്ട്. കാരണം എന്താണ്? ഈ ഒരു ഭക്തിക്കകത്ത് നിൽക്കുകയാണ്, ഭക്തിയുടെ കോട്ടക്കകത്ത് നിൽക്കുകയാണ്. വേറെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാസ്റ്ററിൻ്റെ കാര്യം ചർച്ച ചെയ്തു. പുള്ളി എവിടെയാണ്?
എന്താ പറയുക, ഇവിടെ പുള്ളിയുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മറ്റ് ജാതിക്കാരായ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കളിച്ചതിൻ്റെ പേരിൽ അവിടുന്ന് പിശാച് കയറിയെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ ഇട്ട് തല്ലി ചതച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസ് കേസൊക്കെ എടുത്ത് പുള്ളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കഥകൾ. ഇതുപോലെ കുറേ ഓവർ ഭക്തി, അമിതമായ ഭക്തി മൂത്തിട്ട് കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ബന്ധങ്ങൾ തകർത്ത് കളയുന്നു, അയൽവക്ക ബന്ധങ്ങൾ തകർത്ത് കളയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, ഒന്നുമില്ല, കൂടുതൽ ഭക്തിയാണ്. ഭക്തി മൂത്തിട്ട് എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഈ ഭക്തി വേണം, ഭക്തി വേണ്ടതുപോലെ തന്നെ എന്തും കൂടെ വേണം. വിവേകം എന്ന് പറയുന്നതും കൂടെ നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. ഈ വിവേകമില്ല എങ്കിലുണ്ടല്ലോ, വെറും ഭക്തി മാത്രമാണെങ്കിലുണ്ടല്ലോ, അത് അവസാനം ഭ്രാന്ത് പിടിക്കത്തുള്ളൂ, യാതൊരു സംശയമില്ല. ഈ ഭക്തി മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഭ്രാന്താണ്, യാതൊരു സംശയമില്ല. ചില ഭ്രാന്തന്മാരുടെയൊക്കെ കഥ എടുത്ത് നോക്കിക്കുക, അവർ ഓവർ ഭക്തരായിരുന്നു. ഈ ഓവർ ഭക്തി മൂത്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഭ്രാന്തരാകുന്നത്, ഭ്രാന്തരായിട്ട് മാറുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ഭക്തി വേണം, എന്തും കൂടി ആയിരിക്കണം. അതിന് ദൈവം നമ്മൾക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മൾ എന്ത് പ്രാപിക്കണം? ജ്ഞാനം പ്രാപിക്കണം, വിവേകം പ്രാപിക്കണം. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വിവേചിക്കാനുള്ളൊരു മൈൻഡ് എന്തുണ്ടാകണം? നമ്മൾക്കുണ്ടാകണം. അത് നമ്മൾക്കില്ലാത്തടത്തോളം കാലമാണ് എന്ത് സംഭവിക്കുന്നത്? പല അപജയങ്ങൾ ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലും അതുപോലെയുള്ള ആത്മീയ മേഖലകളിലേക്ക് കടന്നു വന്ന് ആത്മീയ കള്ളന്മാരിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കാരണം, ആത്മീയ കള്ളന്മാരിന്ന് നാട് ഭരിക്കുവാൻ അല്ലെങ്കിൽ ആത്മീയ മേഖലകളെ തകർക്കുവാനുള്ള മെയിൻ കാരണം എന്താണ്? വിശ്വാസികളുടെ അമിത ഭക്തിയാണ്. ഇനി ഈ അമിത ഭക്തി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ് സ്വാധീനിക്കുന്നത്. കാരണം സ്ത്രീകളാണ് ഈ അമിത ഭക്തിയുടെ പുറകെ പോയിട്ടുള്ള വള്ളിക്കെട്ടുകൾ മുഴുവൻ കുടുംബത്തിനകത്തോട് വലിച്ചു കയറ്റിക്കൊണ്ടുവരും. ഇപ്പോൾ ഈ സ്ത്രീയുടെ കാര്യത്തിലും എന്താണ്, വീട്ടിൽ പ്രസവിക്കുക, അവള് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എന്താ പറയുക, അരി കഴുകിക്കൊണ്ടിരുന്നത്, തുണി അലക്കിക്കൊണ്ടിരുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് സുഖമായിട്ട് പ്രസവിച്ച് എഴുന്നേറ്റ് പോയി, എന്നിട്ട് 2 റൗണ്ട് ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഓർക്കുക, നമ്മൾ വിശ്വാസികളും അതുപോലെ ക്രിസ്ത്യൻ സമൂഹവും ഓരോരുത്തരും ഓർക്കുക, അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അന്നേരം ആയുർവേദത്തിൻ്റെ പുറകെയും ഹോമിയോയുടെ പുറകെയും ഒന്നും പോകരുത്. അതൊക്കെ നമ്മൾക്ക് എന്താ പറയുക, അതൊക്കെ സ്ലോലി എന്തെങ്കിലും സംഭവിക്കുമെന്നേ ഉള്ളൂ. അതിനെയൊന്നും ഞാൻ കുറ്റം പറയുകയല്ല. എന്നാൽ നമ്മളൊരു ക്രിട്ടിസൈസ് എന്താ പറയുക, നമ്മളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിക്കണം. ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ കഴിക്കുവാനായിട്ട് തയ്യാറാകണം. അത് തയ്യാറായില്ലെങ്കിൽ എന്താണ്, ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടന്നുകൂടുവാനായിട്ട് ഇടയായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്ത്രീ പാഠം പഠിച്ചിട്ടുണ്ടാകും. അവളുടെ അമിത ഭക്തിയും അവളുടെ എന്താ പറയുക വിവരമില്ലായ്മയും ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയുമെങ്കിലും ആ സ്ത്രീയുടെ കണ്ണ് തുറക്കുമോ എന്ന് അറിഞ്ഞുകൂടാം. ഇതിപ്പം ആ സ്ത്രീയെ മാത്രമല്ല കുറ്റം പറയുന്നത്, ഇതുപോലെയുള്ള ഭക്തി മൂത്ത് കിടക്കുന്ന എത്രയോ പേരുണ്ട്. ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാതെ, രോഗം വന്നിട്ട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാതെ പ്രാർത്ഥനയും ഉപവാസവുമായിട്ടിരിക്കുന്ന എത്ര പേരുണ്ട്. അതിനകത്തൊന്നും വിടുതൽ ലഭിക്കത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പരമാധികാരത്തിൽ പെട്ട കാര്യമാണ്. പക്ഷേ ദൈവം നമ്മൾക്ക് എന്തും കൂടെ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾക്ക് ഭക്തിയോടൊപ്പം തന്നെ നമ്മളിൽ വളരേണ്ട ഒരു കാര്യമാണ് എന്ത്? ഈ വിവേകവും എന്താ പറയുക ജ്ഞാനവും എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓവർ ഭക്തി ഒരിക്കലും ഗുണം ചെയ്യത്തില്ല. ഈ ഓവർ ഭക്തി എന്താ പറയുക, ഒരു തരം മാനസിക രോഗമാണെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓവർ ഭക്തി വേണ്ട, നമ്മൾക്ക് ഭക്തി മതി. നമ്മളൊരു സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുവാനൊന്ന് ശ്രമിച്ചു നോക്കുകയും മറ്റുള്ളവരോടൊന്ന് ചിരിക്കുവാൻ, മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുവാൻ, ഒപ്പം എന്താണ് രോഗം വന്നാലൊന്ന് ഹോസ്പിറ്റലിൽ പോകുവാൻ നമ്മൾ ഒത്തിരി റിലാക്സ്ഡ് ആകും. നമ്മൾ ഈ ഓവർ ഭക്തി ഉള്ള മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിക്കുക, ഈ ഓവർ ഭക്തിയുള്ള മനുഷ്യന്മാർ ഒരിക്കലും ചിരിക്കത്തില്ല. അവരെപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്രൈസ് ദി ലോർഡ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇങ്ങനെ പറയത്തുള്ളൂ. കാരണം എന്താണ്? അവർ ഭയങ്കര ആത്മസംഘർഷത്തിലിരിക്കുകയാണ്. ഈ ഓവർ ഭക്തി കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓവർ ഭക്തി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഓവർ ഭക്തിയുള്ള മനുഷ്യന്മാർ ചിരിക്കത്തില്ല, മിണ്ടത്തില്ല. അവർക്ക് എന്താണ്, സമൂഹത്തോട് ഇടപഴകുവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അതൊരു തരം ബന്ധനമാണ് ഈ ഓവർ ഭക്തി എന്ന് പറയുന്നത്. അത് കാലക്രമേണ എന്തായിട്ട് മാറും? അത് അവസാനം ഭ്രാന്തായിട്ട് മാറും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്താണെന്നറിയാമോ? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ബന്ധനമാണ്. രോഗം വന്നാൽ പറയും അത് ബന്ധനമാണ്. ഒന്ന് കാല് തന്നെ വീണാൽ പറയും അത് ബന്ധനമാണ്. ഇനി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പറയുമ്പോൾ അത് പിശാച് തള്ളിയിട്ടതാണ്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്, എല്ലാം അങ്ങനെ പിശാച് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ബന്ധനമാണ്, കെട്ടാണ്, പോരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വിവേകം എന്ന് പറയുന്നത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയുക. റിലാക്സ്ഡ് ആണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്?
ദൈവം വന്നിരിക്കുന്നത് നമ്മൾക്ക് സ്വാതന്ത്ര്യം തരാനാണ്, ആത്മാവിലുള്ളൊരു സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ആത്മാവിലുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ബന്ധനത്തിലാണ് കിടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഓവർ ഭക്തിയല്ല നമ്മൾക്ക് വേണ്ടുന്നത്. നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ്? ഭക്തിയാണ് നമ്മൾക്ക് വേണ്ടുന്നത്. ഒപ്പം അത് പരിജ്ഞാനമുള്ള ഭക്തി, ഒരു വിവേകമുള്ള ഭക്തി, ഒരു ജ്ഞാനമുള്ള ഭക്തിയാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളെന്താണ് ചുമ്മാ അവരും ഇവരും പറയുന്ന കഥകൾ മാത്രമല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മൾക്കറിയാം ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളങ്ങളിലോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് വന്നിരിക്കുന്ന ഒരു മെയിൻ ഒരു 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 മെയിൻ ഒരു വ്യാജ പഠിപ്പീരാണ്. എന്താണ്? തെറ്റ് ചെയ്യുന്നവനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തകരും. അവരുടെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഇത് ചെവിയിലോട്ട് കേട്ട് 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 അത് മനസ്സിലോട്ടങ്ങ് കൊണ്ടുവരും. അയ്യോ, ഞാൻ അവർക്കെതിരെ പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ? അതൊരു ഭയമായിട്ട് രൂപപ്പെടും. ആ ഭയമായിട്ട് രൂപപ്പെട്ട് കഴിയുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അവിടെ എന്താണെന്നുള്ള ഭയമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തന്നെ അത് സംഭവിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ കള്ളൻ്റെ മുഖത്ത് നോക്കി കള്ള എന്ന് വിളിച്ചാൽ തീർന്നു പോകുന്നതൊന്നുമല്ല നമ്മുടെ ആത്മീയം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഓവർ ഭക്തി നമ്മളെ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ദൈവത്തോട് വിവേകം പ്രാപിച്ച് വിജ്ഞാനം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിയണം. കൃപയില്ലാത്തവൻ്റെ അല്ലെങ്കിൽ എന്താണ് പരിജ്ഞാനമില്ലാത്തവൻ്റെ ജ്ഞാനമില്ലാത്തവൻ്റെ വാക്കുകൾ കേട്ട് ചുമ്മാ ഓവർ ഭക്തി തലയിൽ കയറ്റി വെക്കരുത്. എനിക്ക് തോന്നുന്നു ആ സ്ത്രീക്ക് പറ്റിയതും അങ്ങനെ തന്നെയാണ്. വിവരമില്ലാത്ത ആരുടെയോ വാക്കുകളൊക്കെ തലയിലോട്ട് കയറ്റി വെച്ചിട്ടാണ് ഇത്രയും ഒരു സിറ്റുവേഷനിലോട്ട് ആ ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് വരെ ആ ഒരു കാര്യം കൊണ്ടെത്തിച്ചത്. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന്. അതാറ് ആ ഒരു സംഭവം മാത്രമല്ല, എല്ലാ മതത്തിലുമുണ്ട് ഇങ്ങനെ അല്ലേ, നരബലികളും ചെയ്യുന്നു, നരബലികൾ നടത്തുന്നു, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ആ ദൈവത്തിന് വേണ്ടിയിട്ട് ബലി അർപ്പിക്കുന്നത്. ഇതൊക്കെ ആരാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്കറിയാം നമ്മുടെ പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു ദൈവം എന്താണ്? യഹോവയാം ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, അല്ലേ, നിൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കുവാൻ പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബലി അർപ്പിക്കാൻ ദൈവം സമ്മതിച്ചോ? ഇല്ല. ദൈവം അവിടുന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞു. എന്ത് പറഞ്ഞു? ബാലൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ദൈവം അവിടെ ആ ഒരു മനുഷ്യനെ ഒന്ന് പരീക്ഷിച്ചതാ. അവൻ എന്നോടുള്ള സ്നേഹവും ഭക്തിയും ഒറിജിനലാണോ എന്ന് പരീക്ഷിച്ചതാ. പക്ഷേ ആ ഒരു കുഞ്ഞിനെ ബലി അർപ്പിക്കാനൊന്നും ദൈവം ആര് പറഞ്ഞില്ല? ദൈവം ആ ഒരു മനുഷ്യനോട് പറഞ്ഞില്ല. ഓർക്കുക, ദൈവം എന്ന് പറയുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആ ദൈവം മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു ചോദിക്കുന്നവനല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നരബലിയുടെ പുറകെ പോകുന്ന കുറേ പേര്, ഇനി കുറേ പേര് എന്താണ് ഇല്ലാത്ത ഭക്തി മൂത്തിട്ട് ഭ്രാന്തായിട്ട് നടക്കുന്ന കുറേ പേര് ചെയ്യുന്നത് എന്താ, പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരുത്തം കിടന്നുകൊണ്ട് വ്യഭിചരിക്കുവാൻ വന്നാലും പറയും അതൊരു വിശുദ്ധ വ്യഭിചാരമാണെന്ന് പറഞ്ഞ് സൈലൻ്റായിട്ട് നിൽക്കുന്ന വിശ്വാസ സമൂഹം. ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഈ ഓവർ ഭക്തി ഭയങ്കര ഡേഞ്ചറാണ്. ഇന്ന് സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ഈ ഓവർ ഭക്തി. എന്താ പറയുക, ഭക്തി മൂത്ത് കിടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഈ ഓവർ ഭക്തിയെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കത്തുള്ളൂ? അത് ഭ്രാന്തിലോട്ടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾക്ക് ഭക്തി വേണം, അത് വിവേകത്തോടെ ആയിരിക്കണം, വിവേകവും വിജ്ഞാനവും ഉണ്ടായിരിക്കണം. നമ്മൾ തന്നെ എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ജ്ഞാനത്താൽ എന്നെ നയിക്കണമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരും. ഒക്കെ നമ്മൾ റിലാക്സ്ഡ് ആകുന്നത്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന ആത്മാവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അല്ലാത്തതൊക്കെ എന്താണ്? ഈ ഓവർ ഭക്തി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമ്മർദ്ദത്തിൻ്റെ അടിമകളാക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്താണ്? നമ്മൾക്ക് ഭക്തി വേണം, ഒപ്പം എന്താണ്? വിവേകവും നമ്മളിൽ വളരട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.